മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കാര്യക്കാര് വന്നു, അവരെ സ്വാഗതം ചെയ്യാം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാ ആൻഡ് മണിക്കുട്ട. സ്വാഗതം. സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. കൊച്ചുപ്രതി വീട്ടിലുണ്ട്, അമലുണ്ട്, ജാസ്മിൻ ഉണ്ട്. ഒരു നല്ല കൈഡി. എന്റെ പൂമ്പാറ്റെ, എന്റെ വേട്ടവിളിയാ. വേട്ടാവിളിയാണോ? അല്ല ചേട്ടാ, വീട്ടിലേക്ക് വരുമോന്ന് നീ പറഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിലെ പുറകെ വാഴത്തോപ്പിൽ വന്നല്ലോ. നീ എവിടെയായിരുന്നു? വാഴത്തോപ്പിലോ? ഓ, എന്റെ ന്യൂ ജനറേഷൻ വിഡ്ഢി, ഞാൻ വാട്സപ്പിലേക്കാ വരാൻ പറഞ്ഞ. വാട്സപ്പിലാണോ? അന്നാ നേരത്തെ പറയണ്ടേ. ഞാൻ വാഴത്തോപ്പാണ് മഞ്ഞ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നടി. എന്നിട്ട് ഒരു പ്രാന്ത് പിടിച്ച വവ്വാലും ഒന്നിച്ച് പാളയം കുളമ്പളാന്ന് പറഞ്ഞിട്ട് എന്നെ പൊക്കിക്കൊണ്ട് ഒരൊറ്റ പോക്ക്. അയ്യോ, വെച്ച് തിന്നാൻ വേണ്ടി ഉടുപ്പഴിച്ച് കഴിഞ്ഞപ്പോ വവ്വാല് ചമ്മിപ്പോയി. അയ്യേ, ഉടുപ്പിന്റെ അടിയിൽ ഞാൻ ചമ്മലിൽ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തിയാ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ചേട്ടൻ എന്നോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടോ? പിച്ചക്കാരനാണെങ്കിലും മെട്രോയിൽ കയറാൻ ആഗ്രഹമില്ലാണ്ട് എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചേട്ടാ, അടുത്ത ആഴ്ചയെ ഞാൻ മനുചേട്ടന്റെ കൂടെ ഊട്ടിയിൽ ടൂറിന് പോകുന്നുണ്ട്. നീ 2 ആഴ്ച മുമ്പല്ലേ ബാബുവിന്റെ ഒപ്പം കൊടൈക്കനാലിൽ പോയത്? ചേട്ടാ, അത് 2 ആഴ്ച മുന്നേ അല്ലേ? ഇത് അടുത്ത ആഴ്ചത്തെ കാര്യാ. നീ കണ്ട ആൾക്കാരൊപ്പം നീ വെറുതെ കറങ്ങാൻ പോണേ എന്തിനാ? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയമാണല്ലേ? നിങ്ങൾക്ക് എന്നെ സംശയമാണല്ലേ? പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ മൊത്തം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയം കാണൂലേ? ആ വർത്തമാനം നിങ്ങൾ എന്നോട് പറയരുത്. നിങ്ങൾ എന്നോട് പറയരുത്. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ നിന്ന് നിങ്ങൾ എന്റെ അച്ഛൻ പിടിച്ച ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. സോറി ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു ആലോചന. പണിക്ക് പോവാതെ കള്ളച്ചോറുന്നത് വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചന വരും. ആലോചന വരാണ്ടിരിക്കണെങ്കിൽ പണിക്ക് പോകണം. അതല്ലെന്നേ, എന്റെ വീട്ടിലൊരു കല്യാണ ആലോചന. എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവൂട്ടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാ പേമാരി വന്നാലും സുനാമി വന്നാലും പ്രളയം വന്നാലും നിന്നെ ഒരുത്തനും ഞാൻ വിട്ടു കൊടുക്കില്ല. സത്യമായിട്ടും? സത്യം. എന്നാ ഇന്ന് അമ്പലത്തിൽ ഒന്ന് പറയാമോ? മഴയില്ലെങ്കിൽ പറ, എനിക്ക് ഇടിവെട്ട് പേടിയാ. എനിക്കറിയാം, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹൈഡ്രജൻ ബലൂണും ചോക്ലേറ്റും കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾ വരുന്നത് വരെ റോഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. നിനക്ക് മേളിലേക്ക് നോക്കിയിരിക്കാൻ പാടില്ലായിരുന്നോ? എന്നാത്തിനാ? ഒരു ചോട്ടാ ഭീമിന്റെ കൂടെ ഞാൻ കിടന്ന് കറങ്ങുവായിരുന്നു അതിന്റെ മുകളില്. സോറിടാ. സോറി. ആന്റണി നടുവിന് ഗ്രീസ് ഇട്ടൊരമ്മാവൻ. ഞാനോ? മഞ്ഞളിടൂ. എന്നെ പോലെ ഫിസിക്കലി ഫിറ്റ് ആവാൻ നോക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നോടാ. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? ബിലാൽ. അത് തോട്ടി കിടക്കുന്ന ഒരു മീനല്ലേ? അത് വരാല്. മോനോ? ബിലാൽ. ഓ, ബിലാൽ. ഗ്ലാഡ് ടു മീറ്റ് യു. ഇല്ല, ഞാൻ കഴിച്ചാർന്നു. 3ാം ക്ലാസ് ജസ്റ്റ് പാസ് അല്ലേ? എങ്ങനെ മനസ്സിലായി? കഴിച്ചാർന്നു എന്നാ നിന്റെ സാധനത്തിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഞാനിവിടെ നിന്ന് വർക്കൗട്ട് ചെയ്തോട്ടെ. വർക്കൗട്ട് ചെയ്തോ. വയ്യാത്ത പട്ടി കയ്യാലെ കയറേണ്ട വല്ല കാര്യം കേട്ടോ. ഇല്ല, പട്ടി എന്ത് ചെയ്യണോ? കയ്യാലെ നോക്കി വാ വിളിച്ചോണ്ടിരിക്കണോ? വാ നിൽക്കണോ അങ്ങോട്ടേക്ക്? അല്ല, ഇതാരാ? അത് കാമുകിയാ. കാമുകി എന്ന് പറയാ? ആങ്ങളയുടെ അമ്മാവൻ. ഞങ്ങളുടെ അമ്മ എന്റെ പെണ്ണുകളവാ, എന്റെ ലവ്വറാണ്. എനിക്കുണ്ടായിരുന്നു ഒരു ലവ്വർ. മഴവില്ല് പോലെയായിരുന്നു അവൾ. എന്ന് വെച്ചാ ആരും വിളക്കണ്ട, തന്നെ എന്താണെന്നറിയാൻ പാടില്ല. ഈയിടെയായിട്ട് ഞാൻ അവളെ കാണാറേ ഇല്ല. മാഞ്ഞു പോയായിരിക്കും. എന്നാ പിന്നെ മാഞ്ഞുപോയി കാണും. അതെ അതെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് പരിപാടി? ഇലക്ഷൻ പ്രചാരണം. ഏത് പാർട്ടിയുടെ?
എന്റെ കിളവ ഞങ്ങൾ ഇവിടെ സൊല്ലാൻ വേണ്ടി വന്നിരുന്നതാണ്. സൊള്ളാൻ വേണ്ടി ആ. എപ്പോ വന്നിരുന്നതാ? ഞാൻ രാവിലെ 9 മണിക്ക് വന്നതാ. 9 മണിക്ക്. ആ. ഇപ്പൊ സമയം 4 മണിയായി. മോളെ, എന്തോ ഇത്രയും നേരമായിട്ട് ഇവൻ നിനക്ക് എന്നാക്കിയാണ് മേടിച്ചു തന്നേക്കുന്നത്? എനിക്ക് പപ്സും നാരങ്ങ വെള്ളം. എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേടി ഇവൻ ഒരു ഗതിയില്ലാത്ത പട്ടിയാണെന്ന്? അമ്മാവാ അങ്ങനെ പറയല്ലേ അമ്മാവാ. എന്റെ ചേട്ടന് ഒരുപാട് സ്നേഹമുണ്ട് എന്നോട്. എനിക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഡ്രസ്സ്, കമ്മല്, വള, ചീപ്പ്, വാച്ച്, അങ്ങനെ എന്തെല്ലാം വാങ്ങിത്തരാന്ന് പറഞ്ഞെന്നറിയോ? അതല്ലേലും അങ്ങനെയാ മോളെ. ചില ചീങ്ങ സ്ഥലം വിറ്റ് പോകാൻ ചിലന്മാരിങ്ങനെ കൊറേ കള്ളത്തരം പറയും. അതിലൊരു കള്ളത്തരമായിട്ട് നീ ഇത് കണ്ടാ മതി. പൊന്നു കിളവ, ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കെട്ടിയെടുത്താണ്. വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക്? എനിക്ക് UK എന്നൊരു ജോലി വന്നതാ. ആഹാ. പക്ഷെ ഞാൻ പോയില്ല. അതെന്നാ? എനിക്ക് എന്റെ ഭാര്യനെ ഭയങ്കര സംശയം. ഭാര്യനെ സംശയം വെച്ചോണ്ട് UK പോയി കഴിഞ്ഞാൽ മാമൻ യാതൊരു സമാധാനം കിട്ടൂല. പക്ഷെ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു. വിസ ക്യാൻസൽ ചെയ്തല്ലേ? അല്ല, പിന്നെ അവളെ ഞാൻ UK പറഞ്ഞു വിട്ടു. എന്റെ ബുദ്ധിമാനെ, കഞ്ഞി കുടിക്കാൻ വേണ്ടി നിന്നവർക്ക് കുഴിമന്തി പാഴ്സലായിട്ട് കെട്ടിക്കൊടുത്തു. കൊള്ളാം, അടിപൊളി. എന്താ മോളുടെ പേര്? അശ്വതി അച്ച്. ഫേക്ക് ആണോ? അയ്യോ ഞാൻ ഒറിജിനലാ. അതിനങ്ങനെ ചോദിച്ചേ? ഞാൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട 500 അശ്വതി അച്ചും എന്നെ വലിപ്പിച്ചിട്ടേ ഉള്ളൂ. നന്നായുള്ളൂ, അങ്ങനെ തന്നെ വേണം. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊന്ന് മാറി ഇവിടുത്തെ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞങ്ങൾ ഇത്തിയായിരുന്നു സൊല്ലിക്കോട്ടെ. അതെ, ഞാൻ നിങ്ങളുടെ പ്രായം കഴിഞ്ഞ് വന്ന എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം. പന്നക്കിളവായി അടിക്ക് പോകരുത്. അയ്യോ കിളവന്റെ മൂട് മാറുണ്ട് കേട്ടോ. ദൈവം എങ്ങനെയൊക്കെ കാണിച്ചാൽ സുഖം കിട്ടുമോ നോക്കട്ടെ. എവിടാ ചുമ്മാ പറയണ ഒരു സുഖമല്ലടി, വെറുതെ നീ എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. എടാ, നീ പറഞ്ഞതൊക്കെ തെറ്റാന്ന് തെളിയിക്കാൻ നീ പറഞ്ഞ രീതിയിൽ ഇന്നൊരു പരീക്ഷണം നടത്തി. ഇനി ടോം മങ്ങൾ നിന്റെ ജിമ്മിലേക്ക് വരില്ലടാ. വെച്ചിട്ട് പോടാ. ആരോടെ ഈ ചൂടാവണ്? എന്റെ ജിമ്മിൽ ട്രെയിനറിനോട് അവൻ പറഞ്ഞിട്ട് എന്റെ വയറ് കുറയുന്നേ ഇല്ല. അവൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ഇന്നൊരു പരീക്ഷണം വരെ നടത്തി. എന്നെ പരീക്ഷണം? അവൻ എന്നോട് പറഞ്ഞു 4 കിലോമീറ്റർ നടന്നാൽ ഷുഗർ കുറയുമെന്ന്. എന്നിട്ട് 40 കിലോമീറ്റർ ആയി, ഇതിന്ന് ഒരു തരി ഷുഗർ പോലും കുറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, നിങ്ങളെയൊക്കെ ജിമ്മിലേക്കല്ല കൊണ്ടുപോട്ടത്, എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കണം. എന്നാൽ ആദ്യം കൊണ്ട് ഷോക്ക് അടിപ്പിക്കേണ്ട ആരെന്നറിയാമോ? നിന്റെ കാമുകീനെ. നിന്റെ കൂടെ ഈ പാർക്കി വന്നിരുന്നേനെ. എന്നെ ഷോക്ക് അടിപ്പിക്കാൻ ആരുമില്ലേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ചശ്രുശ്രവണ ഗൽസമാന്തർദ്രം താന്തർ പഴുവരി അമ്പലം തന്നിലെ എത്ര വിയോഗം വരെയും അത്ര ചെഞ്ചലും ആലയ സംഗമം. എന്റെ അമ്മച്ചിയാണ്, ഞാൻ എടുത്തിട്ടില്ല. എന്നിൽ നിന്ന് ഞാൻ ഇതേ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എടാ, കാമുകൻ എന്ന് പറയുന്ന ബന്ധം എപ്പോ വേണേലും വേർപിരിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? ഞങ്ങൾ തമ്മിൽ പ്രേമമായിട്ട് എത്ര കൊല്ലാന്നറിയാമോ? ആര് വിചാരിച്ചാലും ഞങ്ങളുടെ ഈ പ്രേമം തകർക്കാൻ പറ്റൂല. എടാ, പ്രേമമൊക്കെ തകരാൻ ഒറ്റ നിമിഷം മതിയടാ. ഒറ്റ നിമിഷമല്ല, എത്ര ജന്മം ചെച്ചാലും ഞങ്ങൾ തമ്മിൽ പിരിയില്ല. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ തീർത്താന്നല്ലോ നിന്റെ പ്രേമം. അതൊന്നും തീർത്തേ. മോളെ, എന്തോ നിന്റെ ഫോണൊന്ന് അവന്റെ ഇട്ട് കൊടുത്തേ. എന്റെ അവക്കടെ ഫോണൊക്കെ ഞാൻ എപ്പോഴും നോക്കണം. കാരണം അവക്കടെ എല്ലാ ആൾക്കാരും ബോയ് ഫ്രണ്ടുമായിട്ടാണ് കൂടുതൽ കമ്പനി. എല്ലാവരുമായിട്ട് അവര് ടൂറും പോകാറുണ്ട്. ഇതെല്ലാം എനിക്ക് അറിയാവുന്ന. പിന്നെ പോകരുത്. എന്നാ ഒന്ന് മേടിച്ചടാ ഫോൺ. ഫോണിൽ ചേട്ടാ, എന്നാ എന്തിനാ ഫോണ്? അത് താ നോക്കട്ടെ. അല്ല ഏട്ടാ, അതില് ചാർജ് ഇല്ലെന്നേ. അല്ല, ഞാൻ കുറച്ച് മുമ്പ് നോക്കി കഴിഞ്ഞപ്പോ 93% ചാർജ് ഉണ്ടായി അതിന്. അല്ല ഏട്ടാ, അതെന്താന്നറിയോ? എന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി. ഒരു ബാറ്ററി കംപ്ലൈന്റ് ഇല്ല. നീ ആ ഫോണിൽ ചെന്ന്. ചേട്ടാ, എന്തിനാടാ? ചക്കരല്ലേ? നീ ആ ഫോണിൽ ചെന്ന്. ആ ഫോണിൽ അല്ല ചേട്ടാ, എന്നായി തരാത്തത്? ഫോൺ തരാത്തന്നെ. ചേട്ടനിക്ക് എന്തിനാ ഇപ്പൊ എന്റെ ഫോണ്? അങ്ങനെ ഇവിടെ ഫോൺ തട്ടില്ല കേട്ടോ. ഇല്ല, പറ്റത്തില്ല, തരത്തില്ല, തരത്തില്ല. എടാ, ഈ പാർക്കിന് മുമ്പിൽ ഒരു മൊയിൽ ഇരിപ്പുണ്ട്. വേസ്റ്റ് ഇടങ്ങും. അതിന് നീ അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് നീ അവിടെ ചെന്നിരിക്കണം. എന്ത് കാര്യത്തിന്? ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുന്നതിന് ഭേദം അതല്ലേടാ. നമുക്ക് വേറെ കാമുകനുണ്ടെന്ന്. എടി കള്ളി. അവിടെ നിൽക്കൂ. എന്താ? നിന്റെ ഫോണൊന്ന് വെള്ളയിട്ട് കൊടുക്കൂ. എനിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ ഒരു പേടിയില്ല, ഒരു സംശയമില്ല. ആ, ഇതിന്റെ പാസ്വേഡ് പറയും. പാസ്വേഡ് അല്ല, പട്ടി പറയും. അതെന്താ പാസ്വേഡ് പറയാത്ത? നിങ്ങൾ പാസ്വേഡ് പറ. നീ എന്ത് നിന്റെ ഫോൺ തരാത്തത്? നിങ്ങൾ ആദ്യം പാസ്വേഡ് പറ. ആദ്യം ഫോൺ ചോദിച്ചത്. ഞാനല്ലേ നിന്റെ അടുത്ത് ഫോൺ ചോദിച്ചത്. പറ്റത്തില്ല. എന്റെ ദേഹത്തോടെ പ്രവർത്തിച്ചോണ്ടിരുന്ന മെഷീൻ തന്നെ അമ്മാവ എന്തിനിങ്ങനെ ഓഫ് ചെയ്തത്? ദേഷ്യപ്പെടുത്തില്ലേ? മനുഷ്യന്മാര് സമാധാനത്തിന് വേണ്ടി പാർക്കി വരുന്നു. അപ്പൊ ഇവനെ പോലെയുള്ളവർ ഇവിടെ കയറി വരും. കരയണ്ട, ഞാൻ ഓൺ ചെയ്ത് തരാം.
അശ്വതി അച്ഛു, നീ എന്തിനാണ് എന്നെ സംശയിച്ചേ? എന്തിനാ എന്നെ സംശയിച്ചേ? ചേട്ടാ, ഞാൻ അശ്വതി. അന്ന കിളവാ. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനോ? നീ തെറ്റിക്കാനോ? ഞാൻ അശ്വതി. മുത്തേ, നീ വാ, നമുക്ക് റൂം എടുക്കാം. വാ. വീണ്ടും ഓഫ് ചെയ്തോ? എനിക്ക് ആകെപ്പാട് സ്വന്തമായിട്ടുള്ള ഇച്ചി മാനാഭിമാന, അതെനിക്ക് ഇവന് കൊടുക്കാൻ വയ്യ. നല്ല ഉഷാറായിട്ടൊരു കൈഡി വരട്ടെ ബിജുകുട്ടൻ ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, ആ കേട്ടോ, മനോഹരമായിരുന്നു. നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ. ഒരു ക്ലാഷിംഗ് ഒന്നും ഇല്ലാതെ നല്ല ലെജിബിൾ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് ചെയ്തിട്ടാ. നല്ല കൗണ്ടറുകളും ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മലിനെ കണ്ടിട്ട് മനസ്സിലായില്ല സത്യമായിട്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വോയിസ് കേട്ടപ്പോഴാണ് അമലാണെന്ന് മനസ്സിലായത്. ജാസ്മിൻ ഇതിനകത്ത് നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിട്ടാ. കാരണം ഈ രണ്ടുപേരുടെ ഇടയിൽ നിന്നൊക്കെ നിന്ന് പോകണമല്ലോ. ഈ പ്രദീപ് നല്ല സെൻട്രലൈസ് ചെയ്തിട്ട് ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കോമഡി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിടിവിട്ട് പോയേനെ സാധനം. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രാൻഡി കൊണ്ടൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. എൻ്റെ ഒരു നോട്ടത്തിൽ നിങ്ങളുടെ പ്രണയം കുറച്ച് അതിനു മുമ്പേ അമ്മാവനെ അവിടെ പോസ്റ്റ് ചെയ്യായിരുന്നു. കാര്യം കോമഡിക്ക് കുറച്ചുകൂടെ കിട്ടിയേനെ. കാര്യം നിങ്ങൾ രണ്ടുപേരും ആ പ്രണയത്തിൻ്റെ കുറേ എപ്പിസോഡുകൾ നിങ്ങൾ രണ്ടുപേരും ഒരു പ്രണയത്തിൻ്റെ സീക്വൻസുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഇച്ചിരി കുറച്ചും അങ്ങോട്ട് അമ്മാവനെ കുറച്ചുകൂടെ മുമ്പേ കയറ്റി വിട്ടിരുന്നെങ്കിൽ കുറേയും കൂടെ കളിക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയേനെ. ഇത് മോശമാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ജാസ്മിൻ്റെ പോർഷൻ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി. കാര്യം നിങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. അതെല്ലാം നന്നായിരുന്നു. കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായനെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. പൊതുവേ ഈ പാർക്കുകളിൽ ഇങ്ങനെ ഈ അമ്മാവൻ സിൻഡ്രോം കണ്ടുവരാറുണ്ട്. ഡിസ്റ്റർബ് ചെയ്യാൻ ശല്യം. എന്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പാർക്കിൽ പോയി പ്രണയിക്കായിരുന്നല്ലോ. തിരുവനന്തപുരം മ്യൂസിയം ഇല്ലേ, മ്യൂസിയം അവിടെ പാർക്കുണ്ടല്ലോ. അവിടെ ഒറ്റക്കായിരുന്നു, ഞാനും എന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അപ്പൊ അവിടെ കുറെ കമിതാക്കളൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പൊ അവിടെ ഒരു അമ്മാവനും ഒരു ചെറുമോളും കൂടെ വന്നു. എന്നിട്ട് അമ്മാവ ഈ കമിതാക്കളൊക്കെ വളരെ പുച്ഛത്തോട് നോക്കി ഈ ചെറുമോളെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് അപ്പുറത്ത് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലീസ് വന്നു. പണ്ട് ആ സമയത്ത് അങ്ങനെ കമിതാക്കൾക്ക് വന്നിരിക്കാനൊന്നും പാടില്ല. വന്നിട്ട് ഈ പോലീസ് വന്ന് ഓരോ കമിതാക്കളെ പൊക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് വന്ന് എന്നിട്ട് ഈ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ നമ്പർ എഴുതി വാങ്ങിച്ച് വീട്ടിൽ വിളിക്കാൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മാവനും ചെറുമോളും ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ഇത് ശ്രദ്ധിച്ചു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ അമ്മാവനും ചെറുമോളും ഇരുന്നു. അപ്പോൾ ഇവർക്ക് പേടിക്കണ്ടല്ലോ, ഞാനും പതുക്കെ അങ്ങ് എഴുന്നേറ്റ് പോയി. ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് ഈ അമ്മാവൻ പതുക്കെ പേടിച്ച്, ചെറുമോള് പേടിച്ച്. ഇവർ എഴുന്നേറ്റിട്ട് അമ്മാവ് എഴുന്നേറ്റ് ഇങ്ങോട്ടും ചെറുമോൾ എഴുന്നേറ്റ് അങ്ങോട്ടും. എന്റെ ജീവിതത്തിൽ ഞങ്ങൾ അവിടെ പോലീസും ചിരിച്ച് ഇവരങ്ങ് വിട്ടവര് ഇവരെ പിടിച്ചില്ല, ഇവരങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. അപ്പം സത്യം പറഞ്ഞ ആ ഒരു ഓർമ്മ എനിക്ക് വന്നു. കാരണം അത് നിങ്ങളിവിടെ പ്ലേ ചെയ്തോണ്ട് ഈ അമ്മാവൻ വന്ന് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. പ്രദീപേട്ട, കൊച്ചു പ്രദീപേട്ട, നിങ്ങൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ അടി കൊള്ളുമ്പോൾ വീഴുന്ന സംഭവം ഉണ്ടല്ലോ, അത് എന്തൊരു ടൈമിംഗ് ആയിരുന്നു അറിയാമോ? വാഴ വെട്ടിയിട്ടോ അതൊക്കെ ഗംഭീരമായിട്ടുള്ള ഇതായിരുന്നു. ഒബ്സർവേഷനും നല്ല കോമഡി ആയിരുന്നു. ഞാനത് വളരെ എൻജോയ് ചെയ്തു. താങ്ക് യു കേട്ടോ. താങ്ക് യു ബ്രോ. കൊടുക്കാം. എത്ര ആരാണ് ആദ്യം കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. നസീർക്ക. ഞാനൊരു 15,000 രൂപ കൊടുക്കുകയാണ്. 15,000 രൂപ. മണിക്കൂട്ടാ, ഞാൻ നസീർക്കെ കോപ്പി അടിക്കുകയല്ല, എന്റെ വക ഒരു 15. ടോട്ടൽ 30,000 രൂപ ആയിട്ടുണ്ട്. ബിജുകുട്ടൻ ചേട്ടാ, ബാക്കി ഞാൻ എല്ലാം കൂടി ഒത്ത് വിട്ടിട്ടുണ്ട്. ടോട്ടൽ 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഇതേപോലെ അമ്മാവ ഉഷാർ ഐറ്റമായിട്ട് വന്ന് കവിതാക്കളെ ശല്യം ചെയ്യുന്ന പോലെ ഞങ്ങളെ ചിരിപ്പിച്ച് ശല്യം ചെയ്യണം. ഓക്കെ, അത് കേട്ടാ. ജാസ്മിൻ, ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8008000120. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിൽ ഒരു പുതിയ കോമ്പിനേഷൻ. നമ്മുടെ പത്തനംതിട്ടയിലെ ഹരിച്ചേട്ടനുണ്ട്, ചിത്തൻ ചേട്ടനുണ്ട്, കൂടെ ഇതാ ഒരു സ്പെഷ്യൽ അതിഥി രാജേഷ് പാലോട്. ഒരു വലിയ കൈയടി.
പ്രണയമണി തൂവൽ പൊഴിയും മുടിഞ്ഞ മഴ, പ്രണയമണി തൂവൽ പൊഴിയും ഇതുപോലൊരു മുടിഞ്ഞ മഴ. എന്തോ മഴ കറ്റുവാടാ. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എഴുതി വെച്ചിട്ട് എന്തേലും നോക്കാതിരിക്കാൻ പറ്റുമോ? ആഹാ, ഈ മേഘം 100 അടിച്ചു വിട്ടിട്ട് എവിടെ പോവാ? 4 മണിക്ക് നമുക്ക് തിരുവനന്തപുരത്ത് കൊടുത്താൽ മതി മഴ. മനസ്സിലായോ? ഇപ്പോഴേ നിങ്ങളുടെ പോട്ടെ ആകണ്ടൊരു കാര്യം ചെയ്. നിങ്ങൾ കോട്ടയത്ത് അടിയത്, കോട്ടയത്ത് അടിക്കുന്ന അതാണ് എൻ്റെ ഒരു കണക്കുള്ള ശരി. പോലെ ഹലോ ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ കുത്തി ചോദിച്ചാൽ സംശയമുണ്ടോ? ഹലോ, അപ്പൊ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്ലേ? ആണെന്ന് കാര്യം പറ. അതെ. ആ സാറേ, ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. തന്തയ്ക്കോ? തന്തയ്ക്കല്ല, ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ സാറിനെ വിളിച്ചായിരുന്നേ. വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുവാ. അപ്പൊ കടം മേടിക്കുമ്പോ നീ ഓർക്കണം. കട മേടിച്ചല്ലെന്ന് പിന്നെ സാറ് പറഞ്ഞിട്ടാ ഞാൻ പുറത്തിറങ്ങാതിരിക്കുന്നത്. ഞാനെന്താ പറഞ്ഞു? സാറ് പറഞ്ഞില്ലേ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്, എല്ലാം ഊരിട്ടിട്ട് കിടക്കാൻ. അപ്പൊ നീ ഇപ്പൊ അങ്ങനെ കിടക്കുവാണോ? ഞാൻ ഇപ്പൊ ഒന്നുമില്ലായിരിക്കുവാ. വീഡിയോ കോളിൽ വരാവോ? വീഡിയോ കോളിലോ? ഇത് മനുഷ്യൻ വരുന്ന ഒരു സ്ഥാപനമായത്. നീ വെച്ചിട്ട് പോയേ. ഓരോ കോളപ്പിക്കുന്നു. ഓ പെണ്ണും വിളഞ്ഞിനൊക്കെ ഇത് എന്തിന്റെ കേടാടി സുജേ? എന്തുവാ സംഭവം? എന്തുവാ എടി? എന്തുവാ ഞാൻ പറയാം. അതായത് നീ നമ്മൾ തുണി അലക്കി നീ വെളിയിൽ ഇട്ടേക്കുവല്ലയോ, അതെടുത്ത് അകത്തിട്ടോ. കാരണം ഇന്ന് മഴ പെയ്യത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ അന്ന് ഇടിച്ചു കുത്തി പെയ്യും. പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല കാര്യങ്ങൾ, മനസ്സിലായില്ലയോ? പിന്നെ നിനക്ക് സീരിയൽ വല്ലതും കാണണമെന്നുണ്ടെങ്കിൽ നീ അപ്പുറത്തെ രമണിയുടെ അവിടെ നിന്ന് പോയി കണ്ടോണം. അവര് TV പോകുന്ന പോട്ടെ. പിന്നെ അവിടെ ഫ്രിഡ്ജോ മിക്സിയോ ഒന്നും ഊരിയിടാൻ നീ പറയണ്ട, മനസ്സിലായല്ലോ? ഓക്കെ. അയ്യോ, ഹലോ ഹലോ, അതെ വർക്കലെന്നാ വിളിക്കുന്നത്. വർക്കിലേക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. അതല്ല, വർക്കലെന്ന് വിളിക്കാം. വർക്കലേക്ക് ഒരു മഴ തരാൻ പറ്റുമോ? വർക്കലല്ലോ? എന്നാ അത്? ഈ മാസം 24-ാം തീയതി 24-ാം തീയതി വർക്കല ഒന്ന് നോക്കോട്ടെ. അയ്യോ, 24-ാം തീയതി പറ്റത്തില്ല കേട്ടോ. അന്നേ കോയമ്പത്തൂർ ടൗണിൽ ഞാൻ മഴ കൊടുക്കാൻ നേറ്റിരിക്കുക. എനിക്ക് കാരണം നമ്മളത് സ്ഥിരം കൊടുത്തോണ്ടിരിക്കുന്ന. സെക്കൻഡ് തരാൻ പറ്റുമോ? സെക്കൻഡ് മഴ തരാൻ പറ്റുമോ? സെക്കൻഡ് മഴയോ? ഇത് എവിടെ? ആരെയാ വിളിച്ചേ? ഈ മഴ നാടക കേന്ദ്രത്തിന്റെ ഓഫീസല്ലേ? നാടക സമിതി അല്ലേ? വെച്ചിട്ട് പോടാ. നാടക സമിതി വരെ കോള് വന്നു തുടങ്ങി. എന്തോ ചെയ്യാം. ഒരു കാർമേഘം ജുബായിട്ടുണ്ട് വരുന്നേ. നിന്റെ കല്യാണത്തെ കാര്യം മുടങ്ങിയ കാര്യം ഞാൻ ഇന്ന് ഇവിടെ പറയും. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നടക്കുന്ന നെഞ്ചും മരിച്ച് അങ്ങ് നടന്നു പാ. കാര്യം പറയടാ ഇറക്കാൻ. നീ എനിക്ക് ഇന്ന് ഇവിടെ വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഞാൻ താഴത്ത് ശംഭു. അപ്പൊ മേളിൽ ഇരിക്കുന്ന പാൻപര കാണോ? എവിടാ ശംഭു ഇരിക്കുന്ന പറഞ്ഞേ? ശംഭു അല്ല, എന്റെ പേരാണ് താഴത്ത് വീട്ടിൽ ശംഭു. ശംഭു? എന്തോ ശംഭു, കാര്യം എന്തുവാ? സാറേ, എന്റെ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങി? ഞാനെന്തോ വേണം? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാ. ഞാൻ എന്തോ ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തെന്നോ? എവിടെ പോവാ? ഞാൻ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഞാനാണ് മകളിൽ തുളസി. എന്തോ മെഗളി തുളസി? മൊത്തം മയക്കുമരുന്നിന്റെ കേസ്. അതല്ല, എന്റെ പേര് പറഞ്ഞ മുകളിൽ തുളസി. മുകളിൽ തുളസി? കുടുംബ പേര് മുകളിൽ. മുകളിൽ. അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കാരണം എന്റെ ചെറുക്കന്റെ കല്യാണം മുടങ്ങി. ഞാൻ എന്തോ ചെയ്തു? നിങ്ങൾ കഴിഞ്ഞ മാസം 18-ാം തീയതി മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു. ആന്തിടിച്ചു കൂത്തി പെയ്ത് ചെറുക്കന്റെ കല്യാണം മുടങ്ങി. നീ കാണിച്ചു വിടാൻ പറ്റത് നോക്കിയേ. ഇത് കൊള്ളാം. നാരങ്ങ വെള്ളത്തിൽ കസ്കസ് കിടക്കുന്ന പടം ഇതാരെടുത്തത്? ഞാൻ എടുത്തതാ. നാരങ്ങ വെള്ളത്തിൽ കസ്കസ് കിടക്കുന്നല്ല. ഇതെന്തോ? ആഡിറ്റോറിയത്തിനകത്ത് വെള്ളം കയറി ആൾക്കാർ തലപ്പൊക്കാൻ വെള്ളത്തിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ വല്ലോ അറിയുന്നുണ്ടോ? ഇവിടെ നടക്കുന്ന സംഭവം വല്ലോ അറിയുന്നുണ്ടോ? ദുബായിൽ അമ്മള മഴ പെയ്തു. പെയ്തു? ഉറപ്പാണോ? ഉറപ്പ്. ഈ അമ്മ പറയുന്ന നേരാണോ? സത്യമാണോ? എനിക്ക് 100-150% ഉറപ്പാ. അങ്ങനെ കുഴപ്പമില്ല. ദുബായിലെ കേസ് നമുക്ക് ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേടാ. ഹലോ, ദുബായ് കാലാവസ്ഥാ കേന്ദ്രം. രാജു സാറല്ലേ? സാർ, നമ്മുടെ ദുബായിലെ ടൗണിലെ നമ്മുടെ ഒരു മഴ അവിടെ പെയ്തോ? നമ്മുടെ മഴ പെയ്തിട്ടില്ല. പൊക്കോ അവിടുന്ന്. നമ്മുടെ ഒരൊറ്റ മഴ ദുബായിക്ക് പോയിട്ടില്ല. നമ്മുടെ മഴ എന്നല്ല പറഞ്ഞ, അമ്മള മഴയുടെ പറഞ്ഞു വിടറാ. അമ്മള മഴയോ? അതെന്തോ സാധനം? എന്തത് സാധനം ഉണ്ട്? അതെവിടുന്നത്? ഇവിടെ ചൂലുണ്ടോ? തൂക്കാൻ പോകണോ? അല്ല, ഇത്തിരി ചാണകം കിട്ടുമോ? മെഴുകാൻ പോവാ? അല്ലല്ല, അത് മുക്കി അടിക്കാനാ നിങ്ങള്. ഇത് എന്തോ സാറേ, ഞാൻ കാര്യം ചോദിക്കട്ടെ സാർ? ഇങ്ങനെ അവിടെ നിന്നാ ചിലപ്പോ കിട്ടത്തില്ല. എന്താണ്? പിന്നെ സാറേ, പിന്നെ
നീ ഇവിടെ വന്ന് സംസാരിക്കും. ഞാൻ ഇവിടെ സംസാരിക്കാം. നിനക്ക് ഇവിടെ നിന്നാ കിട്ടുമല്ലോ. ഇവിടെ കിട്ടും സാറേ. അതായത് ഞാൻ ചോദിക്കട്ടെ, സാറിന് ഇതിനെ പറ്റി വല്ല തിരുപാടുണ്ട്? ഇത് അറിയാമോ ഇതിനെ പറ്റി? എനിക്ക് ഇത് കാലാവസ്ഥയെ പറ്റി അറിയാവോ? അതാ ചോദിച്ച വല്ല അറിയാമോ കാലാവസ്ഥയെ പറ്റി? അങ്ങനെ കലിപ്പിച്ച് ചോദിച്ചാൽ തെറ്റും. ഞാൻ അഡ്ജസ്റ്റ് വേണ്ടി പറയാം. ചോദിച്ചാൽ എനിക്ക് അറിയാവോന്ന്. പിന്നെ മഴ എപ്പോ വരും നിങ്ങൾക്ക് പറയാൻ പറ്റൂ? പറ്റും. നീ ആ ലാപ്ടോപ്പ് ഒന്ന് എടുത്തേ. അതിനകത്ത് നോക്കി. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അതിനകത്തൊന്നുമില്ല. അതിന്റെ അടിയിൽ ഒരു രൂപ അതിങ്ങട് മഴ എപ്പോ വരുന്നല്ലേ ചോദിച്ചേ? അറിയാമോ? കേറി നിക്ക് മോനെ. ഹെഡ് ഓർ ടെയിൽ? ഇവിടെ വന്ന് പൈസ എന്റെ കയ്യിൽ. ഹെഡ് ഓർ ടെയിൽ? ഇന്ന് മുടിഞ്ഞ് ഇടിച്ചു കുത്തിപ്പിക്കും. ഇതിങ്ങനെയൊന്നും അല്ല മഴ കണ്ടുപിടിക്കുന്നത്. പിന്നെന്തുവാ? സാർ ഇതിനെ പറ്റി അറിയത്തില്ലേ സാറേ? ഇവിടെ മെഷീൻ ഒന്നും ഇല്ലേ? മെഷീൻ കാണുന്നില്ലേ? മെഷീന് അത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ അല്ലേ? അത് അറിയാവുന്ന ഒരു തൊഴിലിന്റെ ഒരു മെഷീൻ വേണ്ടടാ നിങ്ങൾക്ക്. അപ്പൊ ഇതാണോ പരിപാടി? അതല്ല, അതിന്റെ മെയിൻ ജോലി. ഇത് സൈഡ്. അപ്പൊ റബ്ബർ വെട്ടാണ് മെയിൻ. എനിക്കൊരു സംശയം എന്താണെന്നറിയോ? ഇവന്റെ കല്യാണം മുടങ്ങുന്നതിന്റെ കാരണം ഈ അമ്മങ്ങളുടെ കളിയാ? അല്ല, എന്നാ പറ. അതല്ലെന്ന്. ഇവന്റെ കല്യാണം ഗ്രഹനില പ്രശ്നം. ഗ്രഹനില മോനെ. എടാ, സൂര്യന് ചുറ്റും എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് അറിയാമോ? 8 സാധനമുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മ്യൂസിക് പരമായിട്ട് ഈ സംഗതി പോകുന്നത്. പ്ലൂട്ടോ. അതെങ്ങനെ മ്യൂസിക്? പ്ലൂട്ടോ, ഗിറ്റാറോ, തബല അതൊക്കെ കാണും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു. സെപ്റ്റിക് ടാങ്ക് അല്ല, നെപ്റ്റ്യൂൺ. പിന്നെ ഇതെല്ലാം 24 മണിക്കൂർ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഗ്രഹം മാത്രം ഒരു ദിവസം 9 മണിക്ക് കറക്കം നിർത്തും. അതേത് ഗ്രഹം? ശനിയാഴ്ച. അതെന്താ 9 മണിക്ക് കറക്കം നിർത്തും? ഞായറാഴ്ച അവധിയല്ലോടാ, കിടന്നുറങ്ങരുതോ. ശനി. ഇതൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോൾ ഇതെന്തോ? ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ അറിയാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്തുവാ? പഴം. എന്തോ? എടാ നിന്നല്ലടാ പഴം എന്ന് പറഞ്ഞതാ. പഴങ്ങൾ. അത് കട്ടി. അത് അമ്മ ഒരു കാര്യം ചെയ്യും. അമ്മ ഇങ്ങനെ കട്ടിയാ മറ്റേ. എടാ ഇത് എന്നാന്ന് പറ. അതെ ഞാൻ ഉദ്ദേശിച്ചുള്ളു. നിക്ക്. അമ്മാവൻ ഇരിക്കട്ടല്ലേ? അമ്മാവൻ ഇരിക്കട്ടെ. അത് ഞാൻ ആദ്യം പറയുമ്പോ ഇരിക്കട്ടെ. ഇല്ല, നീ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നെന്ന് പറ. എന്താ ഇവിടെ കിടക്കുന്നേ? കാര്യം പറ. നെഞ്ചുവേനായിട്ട് വന്നതാ. അല്ല, ഇത് കാലാവസ്ഥ കേന്ദ്രം. എവിടെ? അവിടെ ഇരുന്നു. മഴയുടെ കാര്യം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മാറിയിരുന്നേ. അമ്മാവാ, ഞാന് ഈ മഴയെന്നുള്ള പിടി അങ്ങ് വിടാൻ പോവാ. ആദ്യം നീ മുഴയെന്നുള്ള പിടിവിട്. എന്റെ മുഴയാണത്. അയ്യോ അമ്മാവ് അതല്ല പറഞ്ഞത്. ഞാൻ ഈ കാറ്റുകളാണല്ലോ ഈ പ്രധാനപ്പെട്ട ഈ മഴ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഈ കാറ്റിന്റെ വരുന്ന ആ ഒരു സമയം അനുസരിച്ച് കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്താൽ അതെങ്ങനെ ഇരിക്കും? അന്ന് മഴ ഉണ്ടാകത്തില്ല, വെയിലുമായിരിക്കും. അത് വെയിലുമായിരിക്കും. അപ്പൊ ചോദിക്കാതെ എന്നാ നീ ചോദിക്കാതെ സാറേ അത് പിടിച്ച് തിരിച്ചോ. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ മൺസൂൺ കാറ്റ് എപ്പോഴാണ് വരുന്നത്? മൺസൂൺ കാറ്റോ? ഇവന് ഒരു വെളിവില്ലാത്ത ചോദ്യം ഒന്നിലൂടെ. ഇവിടെ മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞാ അത് വന്നു. അപ്പൊ കൊടുങ്കാറ്റോ? വന്നാ തീർന്ന്. എന്താ ഈ പുള്ളി കുറെ നേരം നോക്കുന്നു? എനിക്കറിയാം, നീ ചോദിച്ചാ. ഞാൻ എനിക്ക് കുറെ കാര്യങ്ങൾ നിരീക്ഷിച്ചോണ്ടിരിക്കും. എന്തോ നിരീക്ഷിക്കാനാ? ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇത് ഞാൻ ശരിയാക്കി തരാം. ഇതിലൊരു ചേച്ചി തുണികളൊക്കെ ആണല്ലോ. അതാ ബിന്ദു. ആണോ? അത് കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. കാണിച്ചേ. കറക്റ്റ്. തൊട്ട് വരക്കരുത്. ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കും. അതിനകത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തോ? ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എന്തിനാന്നോർത്താ? ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണിത്. ഇതൊക്കെ ഞാൻ ചെയ്യും. അതിനകത്ത് ഇവിടെ പരിപാടിയുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, വന്നപ്പോ തൊട്ട് എനിക്ക് ഇവിടെ എന്തോ ഒരു മണം അടിക്കുന്നുണ്ട്. ഇല്ല, ഒരു മണവും ഇല്ല. ചുമ്മാരി. ഇവിടാണ് ഇതിന്റെ. ഇങ്ങോട്ട് വരല്ലേ? എവിടെ പോവാ? എന്തുവാ? ഇതാണ് എന്നെ കൊണ്ട് ഇത്ര നേരം അരിയിപ്പിച്ചതല്ലേ? അപ്പൊ ഇവന് ഇവിടെ ഇരുന്നോണ്ട് വാറ്റി കുടിച്ചിട്ട് തോന്നിവാസം പറയുന്നതാണ് നിന്റെ കല്യാണം മുടങ്ങുന്നത്. അപ്പൊ മാമൻ വന്ന കാര്യം അങ്ങ് ചെയ്യട്ടെ. നിന്റെ അവറ്റകാലത്തെ പിന്നെ നിങ്ങളെ ഫോണിൽ ആരാ കണ്ട് വിളിക്കുന്നത്? സുജേ, ഹലോ സുജേ. എടി ഞാൻ പറഞ്ഞ പോലെ അത് ഇടിച്ചു കുത്തി പെയ്യുവാണ് കേട്ടോ. ഇപ്പൊ വീതോണ്ടിരിക്കും. ഇപ്പൊ ഇടിയും തുടങ്ങി. ഇടി തുടങ്ങിയിട്ടുണ്ട്. ആ മിന്നലും ഉണ്ടായിരുന്നു. നല്ലൊരു കൈയടി. വെൽക്കം.
Thank you. നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഗ്രൂമിംഗ് റൂമിൽ നിന്ന് അരങ്ങത്തേക്ക് പാലോടിന് ഒരു നല്ല കൈയടി. അതെ അതെ. നസീർക്ക, പാലോടിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നോ ഒന്ന് തട്ടിൽ കയറി ഒന്ന് ചെയ്യണമെന്നുള്ളത്? ആ അല്ലേ? ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സഫലമായി. ഹരിച്ചേട്ടനെ കൂടെ അല്ലെങ്കിൽ ചിത്രനെ പോലെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്യുന്നത് എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതെ അതെ. എന്തായാലും ആ ആഗ്രഹം സഫലമായി എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഇത് ഒരുപാട് ശ്രമിച്ചിരുന്ന നന്നാക്കാമായിരുന്ന ഒരു സ്കിറ്റായിരുന്നു ഇത്. കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ഈ നമ്മുടെ പ്രകൃതിയുടെ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. പക്ഷെ അത് നിങ്ങളത് ചെയ്തു വന്നപ്പോൾ ഓർഡറില്ലാതെ പല സ്ഥലങ്ങളും കണക്ഷൻ അല്ലാതെ പോകുന്നു. ഒന്നിനും ഒരു പൂർണ്ണത കിട്ടുന്നില്ല. എന്നാൽ ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചിരിക്കാനുണ്ട്. ഒന്നുകൂടെ ഇതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സാധനം ഗംഭീര സാധനമായതിന്. ഹരിയുടെ ഭാഗത്തുനിന്നും അമ്മാവൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ കൗണ്ടറുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയാണ് എവിടെ കൊണ്ട് വെക്കണമെന്നുള്ളത് ഒരു ചിന്തക്കുറവ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വെക്കേണ്ട സ്ഥലങ്ങളെല്ലാം മാറിപ്പോയി. കളിച്ചു വന്നപ്പം ഫസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓർഡർ അങ്ങ് പോയി നമ്മുടെ. അപ്പൊ അതാണ് മൊത്തത്തിലൊരു കുഴച്ചിൽ നമുക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു കുഴപ്പമില്ലാത്തൊരു സാധനമായിരുന്നു. സാരമില്ല, ഫസ്റ്റ് ടൈം കയറിയതല്ലേ. ആഗ്രഹത്തിന്റെ കൂട്ടത്തിൽ ഇത് ഞങ്ങളങ്ങ് വിട്ടേക്കുകയാണ്. ആഗ്രഹം സഫലമായെന്നങ്ങ് വിട്ടേക്കുകയാണ്. പക്ഷെ മാർക്കിന്റെ കാര്യം വരുമ്പോൾ ആ ആഗ്രഹത്തിന്റെ ഞങ്ങളങ്ങ് വിടും. അത് കറക്റ്റ് ഇത് തന്നെയായിരിക്കും. അത് വേറെ കാര്യം. ഓക്കെ, ഒരു മാനുഷിക മണിക്കുട്ട ചേട്ടാ ഗംഭീരമായിരുന്നു. നമ്മള് ചില സിനിമകളെ കയറിയിട്ട് അതിൽ ആദ്യത്തെ ഒരു തമാശയോ, കാരണം ഒരു ഹാസ്യ സിനിമ കാണാൻ കയറുമ്പോഴത്തേന് ആദ്യത്തെ ഒരു തമാശയിൽ നമ്മൾ ലോക്കായി പോകും. പിന്നെ ആ സിനിമ തീർന്നവരെ ഈ തമാശ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. നിങ്ങൾ ആദ്യത്തെ ഒരു കൗണ്ടറി ലോക്കായിട്ട് നിങ്ങൾ ക്ലൈമാക്സ് വന്നപ്പോഴാണ് ഉണർന്നത്. കാരണം എന്നറിയാമോ, കാലാവസ്ഥ നിരീക്ഷകൻ വിളിച്ച് പറയും ഇന്ന് മഴ വരാൻ ചാൻസ് ഉണ്ട്, എല്ലാം ഊരിയിട്ടിട്ട് കിടക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരുത്തൻ എല്ലാം ഊരിയിട്ടിട്ട് വീഡിയോ കോൾ അവന്റെ മാനസികാവസ്ഥ. കാരണം അതെങ്ങനെ ചിന്തിച്ചെടുത്ത അത് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യം. അത് ഗംഭീര കൗണ്ടറായിരുന്നു. ഞാൻ ആ സാധനത്തിൽ ലോക്കായിട്ടെ എനിക്ക് പിന്നെ ഓർമ്മ വന്നത് നിങ്ങളുടെ ക്ലൈമാക്സ് വന്നപ്പോഴായിരുന്നു. ഈ പറയുന്ന പോലെ ഇന്നിപ്പോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ കുറെ അക്യുറേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ അതിൽ കുറച്ച് ഹാസ്യം ചേർത്തേ പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ വിചാരിച്ചു കാർമേഘം കൂടി ഒരു ഭയങ്കര ഇടിയോടുകൂടിയ മഴയുടെ എന്ന് പറയുന്ന ഒരു കൗണ്ടറും തമാശകളും കൊണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ മിസ്സായി. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേട്ടാ. ഇതിലെ താരം മറ്റവനാണ്. അതിന്റെ കാരണം ഈ ആദ്യത്തെ സാധനം കിട്ടി ഇറലേ പോട്ട് പിന്നെ ക്ലൈമാക്സിൽ ആൾ ഇടയ്ക്കത്തെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അവനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അവനെന്നാലും എല്ലാം ഉരുട്ട് കിടക്കാൻ പറയുമ്പോ അവനിപ്പോ എങ്ങനെ കിടക്കുമായിരിക്കും ആലോചിച്ച് നോക്ക് അയാളുടെ. ചേട്ടാ, ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മാലപ്പടക്കത്തിനൊക്കെ തീ കൊടുത്തിട്ട് കുറച്ചിടെ വരുമ്പോൾ മഴ പെയ്തിട്ട് നിന്നു പോകൂലേ, അതേപോലെ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഈ ഹരിയുടെ ആ ഫോൺ കോളും ഹരിയുടെ നിന്നുള്ള ഒരു 1 മാൻ ഷോ ഉണ്ടായിരുന്നില്ലേ ഫസ്റ്റ് തുടക്കത്തിലെ ടേക്ക് ഓഫ്, അത് ഉഗ്രനായിരുന്നു. ഞാൻ കരുതി ആ തുടക്കം അവസാനം വരെ കിട്ടിയിരുന്നെങ്കിൽ ഇത് 1 ലക്ഷത്തിൽ പോകേണ്ട സ്കിറ്റായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ രണ്ടുപേരും കയറിയ പിന്നെ നിങ്ങൾക്ക് അതേപോലത്തെ കൗണ്ടറുകൾ അടിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ കരുതിയത് ജിത്തൻ്റെ ഒക്കെ നടപ്പും കാര്യങ്ങളും ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഒരുപാട് തമാശ നടത്തത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ വെർബലായിട്ടുള്ള തമാശകൾ കുറവായിരുന്നാണ് ഈ നമ്മുടെ ജിത്തൻ്റെ കേസിലും നമ്മുടെ രാജേഷിൻ്റെ കേസിലും എനിക്ക് പറയാനുള്ളത്. അല്ലേ, കുറച്ച് കുറവായിരുന്നത്. അത് കഴിഞ്ഞ പിന്നെ കുറച്ച് തമാശകൾ ആ ചെയർ വലിച്ചിട്ട് ഇരിക്കുന്നത് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യായിരുന്നു. കാരണം അത് അവിടെ എനിക്ക് തോന്നുന്നു കയ്യിൽ നിന്ന് പോയിട്ട് അല്ലേ പോയതാ. പക്ഷെ അത് നല്ല സാധനമായിരുന്നത്. ടൈമിങ് പോയത് കസേര വെച്ചൊരു പ്ലേ ഉണ്ടായിരുന്നു. നല്ല സാധനമായിരുന്നു. കാരണം അപ്പം നിനക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കടാ, നിനക്ക് വേണ്ടേ വീണ്ടും. അത് നല്ല പ്ലേ ആയിരുന്നു, നമുക്ക് ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി എനിക്കൊന്ന് കൺഫ്യൂഷൻ അടിച്ചതിൻ്റെ പേരിലായിരിക്കും നമുക്ക് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാകാതെ പോയെന്ന് തോന്നുന്നുണ്ട്. ക്ലൈമാക്സ് കിടലിനായിരുന്നു കേട്ടോ. കാരണം ഒരിക്കലും വിചാരിച്ചില്ല ഇയാൾ ഫ്രൂട്ട്സ് ഇട്ട് മാറ്റി എന്നുള്ളത്. അതൊക്കെ നന്നായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. കേട്ടോ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. അപ്പോ ആരാണ് ആദ്യം പൈസ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. 8,000 രൂപ. ഞാനും ഒരു 8,000 രൂപ കൊടുക്കാം. ടോട്ടൽ 16,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക ബാക്കി എൻ്റെ വേണ്ടേ? ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് പിടിക്കാം. ചിത്ര ചേട്ടാ, അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് നല്ല ഉഗ്ര സ്കിറ്റും തമാശയൊക്കെ ആയിട്ട് വരണം. തീർച്ചയായിട്ടും. ഓക്കെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. നമസ് കോമഡി ഐറ്റം വേറെ ട്രിപ്ലസ് ലൈറ്റ്. ലൈറ്റ്. സൂര്യശ്രീ ഉണ്ട്,
സുധീഷ് മുല്ലൂരുണ്ട്, സജി മുങ്ങോടുണ്ട്. ഒരു നല്ല കൈഡി കൊടുത്ത് അവരിങ്ങ് പോരും. ആഹാ, ആരും ഉറക്കം എണീറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അളിയൻ താമസിക്കുന്ന വീടായത്. ഇവൻ്റെ പെങ്ങളെ ഒരേ ഒരാൾ അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളെ ഇതുവരെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരൊറ്റ വക സ്വർണമോ പണമോ ഒന്നും സ്വന്തം തന്നിട്ടില്ല. ഈ കൊച്ചു വീട്ടിൽ തൊട്ടടുത്ത് ഞങ്ങൾ വന്ന് താമസിക്കുക. ഇന്നത്തോടുകൂടി ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും. അഥവാ അതിന് തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഈ പെട്രോൾ എൻ്റെ തലയെ കൂടെ ഒഴിച്ച് ഞാൻ ചാവുമെന്ന് ആത്മഹത്യാ ഭീഷണി നടത്തും. അയ്യോ, ഇതൊഴിച്ച് നിൽക്കുമ്പോൾ ഇവ എങ്ങനെ തീപ്പെട്ടി ഉരച്ചിടോ? ബുദ്ധിയില്ലാത്തവനാ, ചിലപ്പോൾ അത് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ദേ ഈ വെള്ളത്തിൽ ചാടും, കിണറ്റില്. ഇതിൽ ചാടി ഞാൻ അങ്ങ് രക്ഷപ്പെടും. അയ്യോ അയ്യോ, എന്റെ പ്ലാൻ മൊത്തം വെള്ളത്തിൽ വീണ്. ഈശ്വരാ, ദൈവമേ, അയ്യോ അയ്യോ അയ്യോ. എന്തോ ഒരു ബഹളം. അയ്യോ 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 അയ്യോ. എന്താ? ഞാൻ ഈ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യായിരുന്നു. പാട്ട് പഠിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചില സമയത്ത് നമ്മൾ പാട്ട് പാടി പോവോടി. കൂടെ കിണറ്റിലോട്ട് എത്തി നോക്കുന്നുണ്ടോ? കിണറ്റിൽ വെള്ളം കുറവല്ലേ? എന്റെ പൊന്നു മനുഷ്യ, ഇന്നലെ കോരി അരച്ച കിണറാ, പിന്നെ ഇതിനകത്ത് എങ്ങനെ വെള്ളം കാണാനാ? അതെ, വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് വെള്ളം ഉള്ളോണ്ട് ഇത്രയും കുഴപ്പം. അയ്യോ എടി, നീ ഇവിടെ നിന്ന് കറങ്ങാതെ വല്ല ജോലിക്കും കുലിക്കും പോടി. ഇത് ഭാര്യയായ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇല്ലയോ? അതെല്ലാം സ്ഥിരം പല്ലവിയല്ലേ, ഒരു മാറ്റം വേണ്ടേ? നോക്കിക്കൊണ്ടിരിക്കാതെ പോടി നീ. മര്യാദയ്ക്ക് വല്ല ജോലിക്ക് ഇറങ്ങി പോവാൻ നോക്ക്, ചെല്ല്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിന്റെ ആങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുക. നീ അവനെ വിളിച്ചിട്ട് സ്വത്തോ പണോ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തരാൻ പറ. അത് അനുഭവിക്കണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണെന്ന്. ഇത് ആഗ്രഹമല്ല, ഇത് അത്യാഗ്രഹമാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹമാ. അയാളുടെ കൂടെ മനസമാധാനമായിട്ട് ജീവിക്കണമെന്നുള്ളത് നമ്മുടെ അത്യാഗ്രഹമാ. നിങ്ങളെ കൂട്ട് അറിയാമോ? വലിയ അത്യാഗ്രഹമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണം പറയാം. എടി, ഈ പെണ്ണുങ്ങൾ വാള് വെക്കുന്നത് അവർക്ക് വിശേഷം വരുമ്പോഴാണ്. പക്ഷേ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും ആണുങ്ങൾ പോയി വാള് വെക്കും. ഇത് ഈ ഫലിതം എങ്ങനെയുണ്ട് ബിന്ദു? ഇതാണ് ഫലിത ബിന്ദു. അതെ, നീ ഒരെണ്ണം പറഞ്ഞു, ഞാൻ ഒരെണ്ണം പറഞ്ഞു. അതിപ്പോ എന്താ? എടി, നീ ചെന്ന് അവന്റെ അടുത്ത് സ്വത്തോ പണോ വല്ലതും വാങ്ങ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ കല്യാണം ഇപ്പൊ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളായാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല. ഇവിടെ പോയി സ്വത്ത് പണം ചോദിക്കാൻ പറ. നിങ്ങൾക്ക് എന്തോ യോഗ്യതയുണ്ട് മനുഷ്യ? യോഗ്യതയോ? ഇതിനെക്കാലം സ്വത്തും പണവും വസ്തുവും തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നതാ എനിക്ക്. അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി തോട്ടമൊക്കെ വിറ്റ്. അച്ഛനെന്താ പറ്റി? അച്ഛൻ അത് ചോദിക്കും. ഞങ്ങൾ അവിടെയാണെന്നുണ്ടെങ്കിൽ മാങ്ങാത്തോട്ടം, തേങ്ങാത്തോട്ടോ, തെങ്ങും തോട്ടം, അങ്ങനെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഈ കുരങ്ങന്റെ ശല്യമാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. ഈ കുരങ്ങന്മാരാണെങ്കിൽ അറിയാലോ, ഒരു ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര ശല്യം. ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഏറെ പടക്കം എടുത്ത് കുറെ എറിഞ്ഞു. എങ്ങനെ പൊട്ടാൻ? ജൂൺ മാസത്തിലെ മഴയത്ത് ഇങ്ങനെ എറിഞ്ഞത്. പക്ഷേ ഈ കുരങ്ങന്മാരിൽ ചിലത് ബുദ്ധിയുള്ള കുരങ്ങന്മാരുണ്ട്. ഇവരെല്ലാരും കൂടി ഇത് പറക്കി വെച്ച്, എന്നിട്ട് വേനൽ സമയത്ത് ഇതിനെ ഉണക്കി തിരിച്ചു പറക്കിയത്. മൂന്നാമത്തെ ഏറിൽ തന്നെ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ, അപ്പൊ ആ കുരങ്ങനെ പോലീസ് പിടിച്ചു കാണും. എന്തിന്? കൊലപാതക ശ്രമത്തിന്. എന്റെ പൊന്നു ദൈവമേ, നിങ്ങൾക്ക് മനസ്സിലായല്ല ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കണം. ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്റെ ഈശ്വരാ. ചേട്ടാ, നമ്മൾ എന്തിനീ പണത്തിനൊക്കെ അത്യാഗ്രഹം കാണിക്കുന്നേ? ഞാനും നിങ്ങളും മോനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഞാനും മോനും അടങ്ങുമെന്ന് പറഞ്ഞാ ഓക്കെ. നീ അടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരും വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ. ഒരു പൊടിക്ക് അടങ്ങണേ നീ. ഇവ ഉണക്ക് വേണ്ടിട്ട് പറഞ്ഞില്ലല്ലോ. എടാ, ചോണ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അകത്ത് കയറി കിടന്ന് ഉറങ്ങാനല്ലേ? എടാ ഇറങ്ങി വാടാ ചോണ. ഇന്നെന്താ തീരുമാനം ഉണ്ടാക്കൂടാ ഞാൻ. എന്തോത്തിന് കിടന്ന് വെല്ലുവിളിക്കുവോ? എന്റെ ചേട്ടൻ ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇപ്പൊ ആ ധൈര്യത്തിലല്ലേ ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഉറക്കം നിലവിളിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ തീർന്നേനെ അവൻ. രാവിലെ തുടങ്ങിയല്ലേ രണ്ടെണ്ണവും തുടങ്ങും. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? അതിപ്പോ ഞാൻ ഇവളും കൂടി ആ വീട്ടിലോട്ട് കയറി ഒന്ന് താമസിച്ചാലോ എന്നൊരു ആലോചന. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഏത് പള്ളിയാന്ന് പറയാ, ഞാൻ അവിടെ ചെന്ന് പറയാം. ഏത് പള്ളി പറയും? കാഞ്ഞിരപ്പള്ളി പോയി പറയണം. അവിടെ പോകാൻ പറ്റത്തില്ല. എന്താ? അത്രയും ദൂരം ഒരാളെ വണ്ടിക്കൂലി എന്റെ ഇല്ല. നക്കീടെ കൂടെയാണടി നീ ഇറങ്ങിപ്പോയത്. പള്ളിക്കടയൊന്ന് നിർത്താവോ? ഓടി പള്ളിക്കള്ളി. അയ്യോ, എന്നെ പള്ളിക്കള്ളി എന്ന് വിളിച്ച്. പിന്നെ വിളിക്കത്തില്ലേ? പള്ളിക്കൂടത്തിൽ പോണെന്ന് പറഞ്ഞ് പോയിട്ട് അവന്റെ കൂടെ ഒളിച്ചോടി പോയി ഇവിടെ പള്ളിക്കള്ളി എന്നല്ല സത്യഭാമേന്ന് ഞാൻ വിളിക്കാടി.
പോകാതിരിക്കടി. എങ്ങനെ പോകാതിരിക്കും? ഒരു പെങ്ങള് കൊച്ചു പൊര നിറഞ്ഞു നിൽക്കുമ്പോ കെട്ടിച്ചു വിടണമെന്നുള്ള ബോധം വേണം. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാന്നോ വന്ന് കെട്ടിക്കൊണ്ടുപോകും. മാന്യതയുള്ള പെണ്ണുങ്ങൾ പറയുന്ന മറുപടി. ഒരേ നിറഞ്ഞു നിൽക്കുന്നെന്ന് ഈ പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തോ ഒരു ആലോചന കൊണ്ടുവന്നു കെട്ടിച്ചു വിടാൻ വേണ്ടി. വൃത്തികെട്ടവൻ. സ്വന്തം അച്ഛന് വേണ്ടിട്ട് പെണ്ണാലോചിക്കുന്ന ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അയ്യോ അതല്ല, പിന്നെ ഞാൻ ഇവിടെ സ്നേഹത്തിൽ പപ്പയെന്നാ വിളിക്കുന്ന. ഉസ്താദ് സിനിമ കണ്ടിട്ടില്ലേ? മോഹൻലാൽ ദിവ്യ ഉണ്ണി. ആരൊക്കെ? മോഹൻലാൽ ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി പിന്നെ എന്താ മോഹൻലാൽ ഒന്ന് ഇരുത്തി മേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു സൈഡ് വാരം ഒരു മോഹൻലാൽ പിടിക്കായിരുന്നു. തന്നെ എന്റെ പൊന്ന് ദിവ്യ ഉണ്ണി, മോഹൻലാലിനോട് വല്ലതും തരാൻ പറ്റുമോ കേട്ട് നോക്ക്. നീയൊക്കെ പോകാൻ നോക്ക്, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാം. ചുമ്മാ ആതൊന്നും പറയല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എന്തെങ്കിലും ഒരു തീരുമാനം ഇന്ന് ഉണ്ടാക്കണം. ഒരു തീരുമാനമില്ല, നയാ പൈസ ഈ വീട്ടിൽ നിന്ന് കിട്ടൂല. രണ്ടും കൂടി ആണെങ്കിൽ അങ്ങോട്ട് പോയി താമസം, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പൊക്കോ. വെള്ളം കോരണ്ടേ? വെള്ളം കോരണ്ട. ഇവിടുന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. ഇത് എന്റെ കിണർ, എനിക്ക് വെള്ളം കോരിക്കൂടെ? കോരാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, വെള്ളം എടുക്കരുത്. എനിക്ക് വേണം. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണേ, വെള്ളം എടുക്കരുത്. ചേട്ടാ ഇച്ചിരി വെള്ളം വലിയ കൊടുത്തു വിട്. ഇതെവിടെ കൊണ്ടുപോകണേ? എനിക്ക് കക്കൂസ് വരെ പോണം. ഇതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതുകൊണ്ട് പോയാൽ എന്തോ കുഴപ്പം? ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോവുകയും ചെയ്യും. അതിനുശേഷം അവിടെ ഇരുന്ന് നല്ല 2 ബീഡി ഇളുത്ത് വലിക്കും. അപ്പൊ നാളത്തേക്ക് ബാത്റൂം വേണ്ടേ? നാളത്തേക്ക് ബാത്റൂം വേണ്ടേ? പിന്നെ ഞാൻ എന്തോ പറയും, ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, ഞാൻ എന്തായാലും വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം. ദൈവമേ, വീട് മൊത്തം ഈ പൊട്ടം കത്തിക്കുമല്ലോ ഈശ്വര. ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. കയ്യും കാലും ഒക്കെ ഒന്ന് തുടച്ചിട്ട്. പെട്രോൾ ഡീസൽ, പെട്രോൾ ഡീസൽ, പെട്രോൾ ഡീസൽ. പെട്രോൾ പമ്പിലാണോ ഞാൻ നിൽക്കുന്നത്? അയ്യോ അതല്ല, ഇത് നല്ല പെട്രോളിന്റെ മണം. പെട്രോളിന്റെ മണം. മണം ഇന്നലെ കോരി ഇറച്ചതാണ്. ഇതിനെവിടെ ഇത്ര പെട്രോളിന്റെ മണം? അളിയാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കും ചെറുതായിട്ട് മണം കിട്ടിയായിരുന്നു. ഇത് എടി, നിനക്ക് മനസ്സിലായില്ലേ? ഇത് മറ്റേ ആഭാസമാണ്. മനുഷ്യ പ്രതിഭാസം. അത് തന്നെ ആ സംഭവം. എടാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നളിയെ, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കൂലേ, അവിടെ ഇവിടെയൊക്കെ കിണറ്റിനകത്ത് പെട്രോൾ കണ്ടു, തോട്ടിനകത്ത് കണ്ടു, കുളത്തിനകത്ത് കണ്ടു, അങ്ങനെയൊക്കെ. അങ്ങനെ ചിലപ്പോ നമ്മളെ കിണറ്റിനകത്ത് ചിലപ്പം പെട്രോൾ. നമ്മുടെ കിണറ്റിൽ പെട്രോളോ? എന്റെ കിണറ്റിൽ പെട്രോള്, എന്റെ കിണറ്റിൽ പെട്രോള്. ദൈവമേ, ഇത് വിറ്റ് ഞാൻ കോടീശ്വരനാവേ. എന്റെ കിണറ്റിൽ പെട്രോള്? ആരുടെ കിണറ്? ഇത് എന്റെ കിണറ്. എന്റെ കിണറ് വല്ലവരെയും കൂടെ ഒളിച്ചടി പോയി. നിനക്കെങ്ങനെ കിണറ്? പൂർവികരായിട്ട് ചെയ്ത ഏതോ പുണ്യകർമ്മത്തിന്റെ ഫലമായി എനിക്ക് ഈ നിധി കിട്ടിയത്. ഇത് എന്റെ പെട്രോളാ. ഇത് എനിക്ക് എന്റെ പെട്രോൾ. ഈ പെട്രോൾ ഞാൻ വിൽക്കുക. ഏതെങ്കിലും പമ്പ് സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഭാരത് പെട്രോളിയം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതുപോലെ ഇനി ഞാൻ എന്റെ അച്ഛന്റെ പേരിട്ട് രാഘവൻ പെട്രോളിയം. ആണോ? ഇത് എന്റെ പെട്രോളിയം. ഞാൻ അങ്ങനെയാണെങ്കിൽ നല്ലൊരു പമ്പ് തുടങ്ങി തങ്കമ്മ പമ്പ് കടയെന്ന് തുടങ്ങും. തങ്കമ്മ ആരാ? വീട്ടിലെ ജോലിക്കാരി. അവരെ സ്മരിക്കാൻ ഇപ്പോഴൊരു അവസരം കിട്ടിയത്. ഞാൻ ഈ തീപ്പെട്ടി ഒരു ചിഹ്നത്തിടാൻ പോവാ, കത്തിക്കാൻ പോവാ. കത്തിക്കില്ലേ? നമുക്ക് 5 പൈസ തരാം. നിന്ന് കത്തും. നിന്ന് കത്തട്ടെ. ഞാൻ കത്തിക്കും. ഞാൻ ഇത് വരാം. 1 ലക്ഷം രൂപ. കത്തിക്ക് കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, 2 ലക്ഷം രൂപ. അവനെയും കൂടെ ചേർത്തിട്ട് കത്തിക്ക് കേട്ടോ. ഡീൽ എന്ത് ഡീലാ വേണ്ടത്? എന്ത് തരുമെന്ന് പറ. കിണർ എനിക്ക്, തൊട്ടി നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഒരു വീട്ടിൽ 2 തൊട്ടി പറ്റത്തില്ല. അതേത് തൊട്ടി? കിണറ്റിൽ കിടക്കുന്ന ഈ തൊട്ടി പറ്റത്തില്ല. 5 ലക്ഷം രൂപ തരാം. 10 ലക്ഷം ഡീല്. ചേട്ടാ എന്തൊരു പരിപാടിയാ കാണിച്ചേ? അത് പോരെ. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് നിങ്ങൾ ഇവക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലോ. വേണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയും ഈ വീടിന്റെ പ്രമാണവും തരാം. ഓക്കെ, ആയിക്കോട്ടെ. ചുമ്മാ കിട്ടണല്ലേ? ആയിക്കോട്ടെ. ഡീൽ. മണ്ടന്മാർ എത്ര കോടി എനിക്ക് കിട്ടും? നിങ്ങൾ എന്നെ മണ്ടത്തരോ കാണിച്ചേ? കോടികളുടെ മുതൽ ഇവിടെ കിടക്കുമ്പോ 10 ലക്ഷം രൂപയ്ക്ക് ആരടിയിൽ പറഞ്ഞേ? കോടിയിൽ പുറത്ത് കിടത്താം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ചിരുന്ന 100 രൂപ പെട്രോൾ അതിനകത്ത് വീണത്. അല്ലാതെ ഇതിനകത്ത് പെട്രോൾ ഒന്നും ഇല്ല. പെട്രോൾ ഇല്ലേ? ഇല്ല. അപ്പൊ എന്റെ പൊന്നാങ്ങളെ നിങ്ങൾ ചതിച്ചു. ഇത് ദൈവമായിട്ട് അവന് കൊടുത്തതാ. നീ മിണ്ടാതെന്നോളാം. വരണം എന്റെ പൊന്നപ്പോ. കവിളിണയിൽ പെങ്ങളങ്ങ് ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് കേട്ടോ. അളിയനാണെങ്കിൽ അതിനെയും കട്ടിയുന്ന പഴമെങ്കിലും നിന്നളിയാ. ഈശ്വരോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് തങ്ങ് പിടിച്ചോ. ചേകം വടിഞ്ഞൊഴുങ്ങണം. മാറ്റാ, ഞാൻ വാങ്ങിക്കുന്നില്ലേ? പിടിച്ചോ. എന്തിനാളിയെ സങ്കടപ്പെടുന്നേ? സന്തോഷം കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ഏറ്റവും കൂടുതൽ കരയേണ്ടത്. ഒരുപാട് കരയുമല്ലോ. എന്തുവായാലും പോയിട്ട് വാ. ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് കറങ്ങണ്ട കേട്ടോ. വന്നേ. കേട്ടോ. അത്യാവശ്യം അതിനകത്ത് എന്നുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് ബാക്കി കൂടെ വന്നോ കേട്ടോ. ദൈവമേ, എത്ര അളിയാ ഞങ്ങൾ പോട്ടെ അളിയാ. പൊക്കോളിയാ. ഞാൻ എങ്ങനെ പോകുന്നത്? അല്ല, ഞങ്ങൾ ആക്റ്റീവിൽ അങ്ങ് പോവാന്ന് വിചാരിച്ച്. വെറുതെ പോകണ്ടെന്നാ പമ്പിലൊന്നും കയറി ഓടിച്ചോ. വണ്ടി കേടാക്കാനാ? വണ്ടി കേടാക്കാൻ അല്ല, വണ്ടിയിൽ ഒരുപാട് പെട്രോൾ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതും കൂടെ കൊണ്ടൊഴിച്ച് വെറുതെ എന്തിനാ? കുഴപ്പമില്ല. ഇവിടെ ഇരിക്കട്ടെ അളിയാ. എടി വാടി, അവന് പ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നു. ഇപ്പോഴാണ് ഇതൊരു അവസരം. അല്ല,
ഹലോ ഹലോ അളിയാ ആരെടാ? അളിയാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ഇത് അല്ല ഇത് പറഞ്ഞില്ലെങ്കിലേ ദൈവം കോപിക്കും അതുകൊണ്ടാണേ. ആരെടാ ഇറക്ക? ആ കിണറ്റിനകത്ത് പെട്രോൾ ഇല്ല. പെട്രോൾ ഇല്ലേ? ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ചിരുന്ന ഒരു ബോട്ടിലിൽ ഇരുന്ന 100 രൂപ പെട്രോൾ അതിനകത്ത് വീണതാളിയാ. ആണോ? ഓ അപ്പൊ അതുകൊണ്ടാണോ നീയൊക്കെ കൂടി എന്നെ കള്ളം പറഞ്ഞ് എന്റെ സ്വത്തെല്ലാം കൊണ്ടുപോയത്? നാളെ രാവിലെ ഒരു ബംഗാളിയെ വിളിച്ച് ആ കിണർ നല്ലവണ്ണം ഒന്ന് ഇറച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ശുദ്ധജലം കിട്ടും. ശുദ്ധജലോ? എന്തിനാടാ? ഇനിയുള്ള കാലം നിനക്ക് അതെങ്കിലും കുടിച്ച് ജീവിക്കാറാ പൊട്ടാ. വൃത്തികെട്ട അളിയാ. നല്ലൊരു ഉഷാർ കൈഡി മണിക്കുട്ട. എന്തായാലും അളിയനും പെങ്ങളും കൂടെ നമ്മൾ ചിരിപ്പിച്ചു കൊന്നു. രസമായിരുന്നു. കുറേ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഹ്യൂമറും കൂടെ വന്നിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നു. നമ്മളിതുവരെ കാണാത്ത പ്രമേയമല്ല ഇത്. ഒരുപാട് നമ്മൾ ഈ അളിയന്മാരുടെ വഴക്കും സ്ത്രീധനത്തിൻ്റെ തർക്കമൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു കുറച്ച് പുതുമയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ബാത്റൂമിൽ പോണത് സംഭവമായിരിക്കും പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതെല്ലാവരും കൊണ്ടൊരു ലാസ്റ്റ് ഒരു ഇതുണ്ടാക്കി അത്യാവശ്യം ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു നസീർക്ക. മണിക്കൂട്ടം മനഃപൂർവ്വം രക്ഷപ്പെട്ടത്, കുറച്ച് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. കുഴപ്പമില്ലായിരുന്നു. ഒരു ഹ്യൂമറിൻ്റെ എലമെൻറ്റുകൾ തീരെ കുറവാണ്. ഒന്നത്. രണ്ടാമത് ഒരു സിമ്പിൾ സാധനമായിപ്പോയി. ഇത് അത്ര ബലം പോരാ ഈ സ്കിറ്റിൻ്റെ സാധനത്തിന് തന്നെ. കാര്യം നമ്മൾ മുമ്പ് കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സ്ക്രിപ്റ്റിൻ്റെയാണ്, നിങ്ങളുടെ ഭാഗത്തെ കുഴപ്പമില്ല. നിങ്ങളുള്ളത് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ചെയ്തതിലും കൗണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് 3 പേരും ചെയ്യുന്ന കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് നന്നാക്കാം. ഓക്കെ, താങ്ക് യു നസീർക്ക. ബിജുക്കുട്ടൻ ചേട്ടാ. സുധീഷേ, സജി, സൂര്യശ്രീ കുഴപ്പമില്ലായിരുന്നില്ല. വലിയ പരിക്കുകളില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ട്. ഈ മണിക്കുട്ടൻ രക്ഷപ്പെട്ട് അല്ല എന്നെ ഒന്ന് വെറുതെ വിടൂ. മണിക്കുട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഈ അളിയനും പെങ്ങളും അളിയന്മാരും തമ്മിലുള്ള വിഷയങ്ങൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. സിനിമയെ കണ്ടിട്ടുണ്ട്, സീരിയലിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ സ്കിറ്റിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള തല്ലുകൊടുത്തതിൻ്റെ ഒരു കാരണം ഈ കിണറിലെ പെട്രോളാക്കി അതൊരു പുതുമയുണ്ടായിരുന്നു ആ സാധനത്തിന്. കൗണ്ടറുകളും തമാശകളും കുറവാണെങ്കിലും ആ ഒരു കണ്ടന്റിനെ പിടിച്ച് നിങ്ങൾ എവിടെയും വരെ പോകണം അങ്ങനെ അവസാനം വരെ പോയിട്ടുണ്ട്. പക്ഷെ തമാശകളുടെ കുറവുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഉഷാറായി. ഈ അത്ഭുത കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കണം. പെട്രോളോ ഉള്ള കാശോ പോയി, നിങ്ങളുള്ളത് കൊടുക്ക്. എന്തായാലും ആ 100 രൂപയ്ക്കുള്ള പെട്രോളിനുള്ള പൈസ ഞാൻ തരാം. എത്ര കൊടുക്കും? ഞാനൊരു 9,000 രൂപ. അടുത്ത ആരാ കൊടുക്കുന്നത്? നസീർക്ക. ഞാൻ തരാം. ഞാനൊരു 6,000 രൂപ. 15,000 ബിജുക്കുട്ടൻ ചേട്ടാ. രണ്ടുപേരും കൂടി 2 അളിയനും വേണ്ടി ഞാൻ തന്നേക്കാം. പിടിച്ചോ. ടോട്ടൽ 25,000 രൂപ. അടുത്ത പ്രാവശ്യം നമ്മൾ ഉഷാറാക്കുന്നതായിരിക്കും. അപ്പോ ഇന്ന് തൽക്കാലം എല്ലാരും സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. ന്യൂ ആതിരനിലാവിന്റെ ഹർഷധ്വനി അവരാണ് നമുക്ക് ഇന്ന് ഓഡിയൻസ് ആയിട്ട് വന്നത്. അടിപൊളിയായിരുന്നു. നിങ്ങൾ നന്നായിട്ട് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്തു. വയ്യ, ചിരിച്ച് മതിയായി. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൽ നല്ല സ്കിറ്റുകളുമായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.